ഹലോ എൻമാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് PCP ക്ലാസ്സിനെ കുറിച്ചാണ്. PCP അഥവാ പേഴ്സണൽ കോണ്ടാക്ട് പ്രോഗ്രാം. എന്താണ് PCP? നമ്മൾ ഈ ക്ലാസ് എന്തിനാണ് അറ്റൻഡ് ചെയ്യുന്നത്? ഈ ക്ലാസ് അറ്റൻഡ് ചെയ്താൽ നമുക്ക് എന്തെങ്കിലും മാർക്കോ കാര്യങ്ങളോ കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതായത് നമുക്ക് ലാബുള്ള സബ്ജക്റ്റുകളുണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പോലുള്ള സബ്ജക്റ്റ് എടുത്തവർക്ക് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ കൂടിയുണ്ട്. അപ്പം നമ്മൾ എന്താണ് ലാബിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയണം. ലാബിനെ കുറിച്ചുള്ള ഓറിയന്റേഷൻ ക്ലാസ് ആണ് ഈ PCP ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം സയൻസ് എടുത്ത കുട്ടികൾ അല്ലെങ്കിൽ ലാബുള്ള വിഷയങ്ങൾക്കാണ് നമ്മൾ PCP ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടത്. NIOS ഡിപ്പാർട്ട്മെന്റ് നിങ്ങളുടെ സ്റ്റഡി സെന്ററിൽ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്ന 5 ദിവസത്തെ ക്ലാസ് ആണ് ഇത്. അപ്പോൾ ഈ 5 ക്ലാസ് അറ്റൻഡ് ചെയ്ത കുട്ടികൾക്ക് മാത്രമാണ് നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാമിന് പകുതി മാർക്ക് കിട്ടുന്നത്. അതായത് ഒരു 40 മാർക്കാണ് എക്സാമിന് വേണ്ടതെന്നുണ്ടെങ്കിൽ 20 മാർക്ക് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്താൽ മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പോൾ നമ്മൾ PCP ക്ലാസ് എന്താണ്, ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇത് എവിടെ വെച്ചാണ് നടക്കാൻ പോകുന്നത് എന്ന് നോക്കാം. അപ്പോൾ നിങ്ങളുടെ ID കാർഡിൻ്റെ താഴെ തന്നെ നിങ്ങളുടെ സ്റ്റഡി സെൻറ്റർ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സ്റ്റഡി സെൻറ്ററിലേക്ക് ഒന്ന് വിളിച്ചു നോക്കുക. എപ്പോഴാണ് നിങ്ങളുടെ PCP ക്ലാസ് കണ്ടക്ട് ചെയ്തിരിക്കുന്നത് എന്ന് ചോദിക്കാം. എപ്പോഴാണോ ആ ഒരു സമയത്ത് നിങ്ങൾ ഈ ക്ലാസ് നിർബന്ധമായും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പം സയൻസ് എടുത്ത കുട്ടികൾ അല്ലെങ്കിൽ ലാബുള്ള വിഷയങ്ങളുള്ളവരാണ് ഈ PCP ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടത്. നിങ്ങളുടെ NIOSൻ്റെ സ്റ്റഡി സെൻറ്ററിൽ വെച്ചായിരിക്കും ക്ലാസ് നടക്കുന്നത്. മറക്കണ്ട, 40 മാർക്ക് നിങ്ങളുടെ എക്സാമിന് ഉണ്ടെങ്കിൽ അതിൽ 20 മാർക്ക് നമ്മൾ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്താൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പം ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഏൺമാർക്സിൻ്റെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും എക്സാം എഴുതാനായിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതുപോലത്തെ പുതിയ വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പം പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.